ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺവോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ സെൽറ്റോസിൻ്റെ സെക്കൻഡ് വേരിയൻ്റായ HTK വേരിയൻ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൽറ്റോസിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റിന് ശരിക്കും HTK വേരിയൻ്റ് എന്ന് വിളിക്കാം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ HTK വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. പുതിയ സെൽറ്റോസിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. സെൽറ്റോസ് പറയുമ്പോൾ തന്നെ പറയേണ്ട കാര്യമാണ് നമ്മുടെ കിയ ഷോറൂമിൻ്റെ ഒരു ലുക്ക്. ഇതിപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ഷോറൂമാണ്, ഡ്യുവൽ ടോൺ കളറാണ്. ശരിക്കും ഒരു പ്രീമിയം വാഹനങ്ങളുടെ ഷോറൂമിൽ കയറുന്ന ഒരു ഫീല് ശരിക്കും നമുക്ക് ഈ ഷോറൂം തരുന്നുണ്ട്. ഇനി ബാക്ക് ടു കിയയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം, അതായത് സാധാരണക്കാരന് വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് കിയ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിനെ ഇറക്കിയിരിക്കുന്നത്. ഇനി എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ടൂടെ ഹാലജൻ ആയിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ടൊരു DRL വരുന്നുണ്ട്, അത് LED DRL ആണ് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റിന് DRL വരുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് കണക്റ്റഡ് DRL ആയിട്ട് സെൻറ്റർ വരെ പോകുന്ന രീതിയിലാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നു, അത് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ഫ്രണ്ടിൽ ഒരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിലും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിൽവർ ഡിസൈൻ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 205/65R16 ആണ് ടയർ സൈസ്. 4 വീലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇത് വീൽ കപ്പുകളാണ്. നടുക്ക് കിയയുടെ ഒരു ലോഗോ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ബേസ് വേരിയൻറ്റ് തന്നെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് 4 ടയറിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് തൊട്ട്, അതായത് HTK ഓപ്ഷണൽ വേരിയൻറ്റ് തൊട്ട് നമുക്ക് അലോയ്സ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറുള്ള അലോയ്സും 215 സെഷൻ ടയറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ്, LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സിലേക്ക് വരുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല, അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. നമുക്ക് സെക്കൻഡ് വേരിയൻറ്റിലോട്ട് കീലെസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. ഗ്ലാസ് നമുക്ക് ഒരു UV പ്രൊട്ടക്ടറോടുകൂടി 30% ടിൽറ്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത്. ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് HTK ഓപ്ഷനിലോട്ട് നമുക്ക് റൂഫ് റെയിൽസും ഒരു പനോറമിക് സൺറൂഫും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയ കാര്യം ബാക്കിലെ വൈപ്പർ, വാഷർ, ഡിഫോഗർ മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹൈ മോഡലായിട്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വാഷർ, വൈപ്പർ, ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. അതിൻ്റെ താഴെയായിട്ട് കിയയുടെ ലോഗോ. ബാക്കിലെ ഈ ലൈറ്റ് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു റിഫ്ലക്ടർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുറകു വശം നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിൽ നമുക്ക് ഒരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. നമുക്ക് റിവേഴ്സ് ക്യാമറ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത് ഈ കിയ ലോഗോയുടെ നേരെ താഴെ തന്നെയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പ്രോപ്പർ ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു ബൂട്ട് ലൈറ്റ് സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. നമുക്കിത് 2 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് സ്പെയർ വീല് ഒരു സെയിം സൈസ് സ്പെയർ വീല് തന്നെയാണ് വരുന്നത്. ഒരു 455 ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ട് സ്പേസുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റുകൾ വരുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 60/40 സ്പ്ലിറ്റ് ഫോൾഡിങ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയിരുന്നിട്ടും റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു ബ്ലാക്കിൻ്റെ തന്നെ വേറൊരു കളർ ടോൺ എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് നമുക്ക് സീറ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീറ്റും ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡുകൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു
ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതൊരു ഡിസൈൻ എലമെൻറ്റ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ട്യൂട്ടർ ഗ്രില്ല് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ട്യൂട്ടർ വരുന്നില്ല, നമുക്ക് സ്പീക്കർ മാത്രമാണ് വരുന്നത്. 4 സ്പീക്കറുള്ള ഒരു മ്യൂസിക് സിസ്റ്റം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് സ്മാർട്ട് കീ ആണ് വരുന്നത്. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഓപ്ഷനുകളുള്ള ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് ഈ വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമുക്ക് ആ ടോപ്പ് എൻഡിൻ്റെ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സെൽറ്റോസിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. HTK ഓപ്ഷനിലോട്ട് നമുക്ക് ഡീകട്ട് സ്റ്റിയറിംഗ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റിയറിംഗ് ആണ്, ലെതർ റാപ്ഡ് ഒന്നുമല്ല, മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അതിന് താഴെ നമുക്ക് സിൽവർ ഇൻസെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സെൽറ്റോസിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിലേക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനകത്ത് ഇൻഫർമേഷൻ നമുക്ക് സ്റ്റിയറിംഗ് വീല് ബട്ടൺസ് ഉപയോഗിച്ച് ടോഗിൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഡ്രൈവർ അസിസ്റ്റന്റ്, ടയർ പ്രഷർ വാർണിംഗ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫംഗ്ഷനും നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കിയയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് വയർലെസ് ആയിട്ടാണ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 സ്പീക്കറോട് കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം ഒരു സിസ്റ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. AC വെൻസിനകത്തെല്ലാം ഒരു ക്രോം ഇൻസെറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റിൽ മാനുവൽ AC കൺട്രോൾസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്കൊരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു Type C ചാർജിംഗ് പോർട്ടിൻ്റെ ഓപ്ഷനും കാണാം. നമുക്ക് സെൽറ്റോസിൻ്റെ എല്ലാ വേരിയൻറ്റിലും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ കുറേ ബട്ടൺസ് കാണാം. ഇത് നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസറിൻ്റെ ബട്ടണാണ്. നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയാണ് വരുന്നത്. നമുക്ക് ക്യാമറയുടെ സ്ക്രീൻ ഇതിനകത്ത് കാണുമ്പോൾ അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. കിയയുടെ എല്ലാ വാഹനങ്ങളിലും എടുത്തു പറയേണ്ട കാര്യമില്ല, എന്നാലും നല്ലൊരു ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പാർക്കിംഗ് സെൻസർ വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. നമുക്ക് ഇവിടെയായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയ സൺവൈസസ് ആണ് വരുന്നത്. നമുക്ക് സെൻറ്ററിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ബൈജു ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ കണ്ടാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നതിൽ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ് ശരിക്കും സൺഗ്ലാസ് ഹോൾഡർ എന്നാണ് പറയുന്നത്. നമുക്ക് അത് റീഡിംഗ് ലൈറ്റിൽ വരുന്നു. 2ഉം ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് ഉണ്ട്. മിററില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. സെൻറ്റർ IRVMs, മാനുവൽ ലിമിങ്ങുള്ള IRVMs ആണ് വരുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഓപ്ഷനോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് എല്ലാം അവർ സിൽവർ കളറിൽ തന്നെ വരുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാൻ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിലാണ് സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഗ്ലാസുകൾ ഒരു ടിൽറ്റഡ് ഗ്ലാസുകളാണ്, പ്ലസ് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്താണെങ്കിലും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. ബാക്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ, നമുക്ക് 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പോക്കറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെൽറ്റോസിലൊന്നും ബാക്ക് സ്പേസ് ഒന്നും പറയേണ്ട കാര്യമില്ല. മാസീവായിട്ടുള്ള ലെഗ് റൂമും നീ റൂമും നമുക്ക് കാണാം. റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു
15 സെൻറ്റിമീറ്റർ കൂടുതൽ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. ബാക്കിൽ നമുക്ക് സെൻറ്ററിൽ ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. ഈ വശത്തെ ഗ്രാബ് ഹാൻഡിൽ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൽറ്റോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ വാർണിംഗ്, പിന്നെ 4 ടയറിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളുടെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ഇങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HTK വേരിയന്റിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ രണ്ടിനും നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് വരുന്നത്. HTK വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ HTK പ്ലസ് വേരിയന്റെങ്കിലും എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൽറ്റോസിന്റെ ബേസ് വേരിയന്റ് ആയ HTE, ആ HTE ബേസ് വേരിയന്റിൽ തന്നെ നിങ്ങൾക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,10,000 രൂപ. ബേസ് വേരിയന്റിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേസ് വേരിയന്റ് എടുക്കാൻ വരുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ മിനിമം സെക്കൻഡ് വേരിയന്റ് എങ്കിലും എടുക്കണം. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് വേരിയന്റ്, അതായത് HTK, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HTK പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,75,000 രൂപയാണ്. അതായത് ഏകദേശം 1,50,50,000 60,000 രൂപയാണ് കൂടുതൽ വരുന്നത്. അതിന് വേണ്ട ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കീലെസ് എൻട്രി, പിന്നെ മ്യൂസിക് സിസ്റ്റം, എന്താ പറയുക, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോള്, അങ്ങനെ ഒരുവിധം വേണ്ട ആ ഒരു പ്രൈസിന് വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡീസൽ ബേസ് വേരിയന്റിന്റെ ഡീസലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,90,000 രൂപയാണ്. അപ്പോൾ നല്ല ഓട്ടോ ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീസൽ കൺസിഡർ ചെയ്യാം. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HTK വേരിയന്റിൽ ഡീസലും അവൈലബിൾ ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,49,000 രൂപ. ശരിക്കും വാല്യൂ ഫോർ മണി HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതാകുമ്പോൾ പനോറമിക് സൺറൂഫ്, അലോയ് വീൽസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ 2 സംഭവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ, ബാക്കിൽ വൈപ്പർ, ഈ 3 സംഭവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 12-13 ആവറേജ് ലഭിക്കുന്നുണ്ട്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുവലിന് 23 km/ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആവറേജ് ഒരു 18-20 വരെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. കിയയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 95% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന HTK വേരിയന്റ് നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചാണ് അടവ് വരിക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 16,500 രൂപ വെച്ച് 7 കൊല്ലത്തേക്ക് മാസം അടവ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ NGO കിയയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനം വാങ്ങിക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് കിയ ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.